കൂട്ടുകാരെ, ഞാൻ ഇന്ന് ഓൺ വോയിസ് ആയിട്ട് വന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ്. നമ്മൾ ഈ കേരളത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നി കാശുള്ളവന് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രമുഖർക്ക് ഇവർക്ക് മാത്രമേ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന ഒരു അവസ്ഥയായി. പാവപ്പെട്ട ഒരാൾക്കാർക്ക്, ജെൻസ് ആയിക്കോട്ടെ ലേഡീസ് ആയിക്കോട്ടെ, ആർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അത് ഈ കേരളത്തിൽ ദുബായിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള അതർ കൺട്രീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല നല്ല ശിക്ഷാ നടപടികൾ ഒരുപാട് കാണും. പക്ഷേ ഇവിടെ എന്ത് തെണ്ടിത്തരം കാണിച്ചാലും അതിന് സപ്പോർട്ട് ചെയ്യാൻ കുറേ നിയമങ്ങളും, അതായത് പോലീസ് ആയിക്കോട്ടെ രാഷ്ട്രീയ പ്രമുഖരാവട്ടെ എല്ലാവരും ഇതിന് ഒത്താശ ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അതല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ പുറത്ത് യാത്ര ചെയ്യുന്ന സമയത്ത്, ലോങ് യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ട്രെയിനിലാണല്ലോ പോകാറ്. ഏറ്റവും കൂടുതൽ പെൺകുട്ടിക്ക് ഒരു സേഫ്റ്റിയും ഇല്ല ഇപ്പോൾ ട്രെയിനിൽ. അതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടുവരുന്നു ഫേസ്ബുക്കിൽ. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കും കൂടെ ഇത് ചെയ്യണമെന്ന് തോന്നി. കാരണം എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറയുന്നത്. നമ്മൾ എത്രയോ ഒരുപാട് ലോങ് യാത്ര പോകുമ്പോൾ നമ്മൾ ഇത്രയും കാശും കൊടുത്ത് നമ്മൾ റിസർവേഷൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. എന്നാൽ ഇപ്പം രണ്ടും ഈ നല്ല രീതിയിലല്ല ഈ ട്രെയിനിൽ നടക്കുന്നത്. റിസർവേഷൻ ചെയ്തിട്ട് അല്ലെങ്കിൽ സ്ലീപ്പർ എടുത്തിട്ട് നമ്മൾ അതിൽ ഇരുന്ന് പോവേണ്ട അവസ്ഥയാണ് ഇവർ നമുക്ക് തരുന്നത്. അതിൽ ഒരു സീറ്റ് തന്നെ 2 പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ അവർ അതിൽ കിടന്നുറങ്ങും? അതും അത്രയും ലോങ് യാത്ര ചെയ്യുമ്പോൾ നല്ല ക്ഷീണം കാണാം. അവർക്ക് റെസ്റ്റ് എടുക്കേണ്ട ഇതാണ്. എന്തൊക്കെയാണ് ഈ ഇതിൽ നടക്കുന്നതെന്ന് വെച്ചാൽ അറിയത്തില്ല. അപ്പം ഒന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പെൺകുട്ടികൾ ഇത്രയും നല്ല ടയേർഡായിട്ടായിരിക്കും അതിൽ കിടന്നുറങ്ങുന്നത്. ആ ഉറങ്ങുന്ന സമയത്ത് എന്ത് സേഫ്റ്റിയാണുള്ളത്? ഈ പുറത്ത് ഏറ്റവും കൂടുതൽ അതർ സ്റ്റേറ്റിലുള്ള തൊഴിലാളികൾ, അതായത് ഈ ബംഗാളികൾ ഏറ്റവും കൂടുതൽ അതിൽ കയറിയിട്ട് കാണിക്കുന്ന വേറെ ആളെന്ന് പറഞ്ഞാൽ ശുദ്ധ തെമ്മാടിത്തരമാണ്. അവന്മാർ സിഗരറ്റ്, ഡ്രഗ്സ് ഇത് അതിലിരുന്നാണ് വലിക്കുന്നത്. ഞാൻ കണ്ണുകൊണ്ട് കണ്ട ഒരു വ്യക്തിയാണ്. എന്നിട്ട് ഞാൻ ഒരിക്കൽ അത് താക്കീത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അന്ന് അവ അത് കൊണ്ടുപോയെന്ന് വെച്ചാൽ തൊട്ടടുത്തൊരു കുഞ്ഞിനെയും വെച്ചുകൊണ്ട് ഒരു ലേഡി ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചതുകൊണ്ട് മാത്രം അവ പുറത്ത്. എന്നിട്ട് അത്രയും ആൾക്കാർ ഒന്നും പ്രതികരിക്കാതെ അങ്ങനെ വായും പൊത്തിപ്പിടിച്ചിരിക്കുന്നുണ്ട്. പ്രതികരിക്കുന്നവനാണല്ലോ എവിടെയും ഒറ്റപ്പെടുന്നത്. എന്നാലും എനിക്ക് പേടിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം ഞാൻ കണ്ടപ്പം തെറ്റ് കണ്ടാൽ പറയണമല്ലോ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വേറൊരു സംഭവം ഉണ്ടായത്. കാരണം ഞാൻ എറണാകുളത്ത് നിന്ന് തിരിച്ച് തമ്പാനൂരോട്ട് വരുന്ന സമയത്ത്, അതായത് ഏകദേശമുള്ള ആ കമ്പാർട്ട്മെൻറ്റിൽ സ്ലീപ്പറായിരുന്നു. അപ്പോൾ അവിടെ വളരെ കുറച്ച് കൂടുതൽ ഇവിടെ അതിഥി തൊഴിലാളികൾ ബംഗാളികളായിരുന്നു കൂടുതലെല്ലാം ഉണ്ടായിരുന്നത്. അവന്മാർ കുറേ എണ്ണം വന്നിട്ട് എന്നെ എല്ലാം കളിയാക്കി ചിരിക്കുകയും എന്തോ വലിയ അവരെ വീട്ടിൽ നമ്മൾ കയറി ചെല്ലുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതായത് ക്ഷണിക്കാതെ നമ്മൾ അവിടെ ചെന്ന് വലിഞ്ഞു കയറി ഇരിക്കുന്ന ഒരു പ്രകൃതമാണ് അവന്മാരെ മുഖത്താ പുജ്ഞ. അപ്പം